ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പമുള്ള രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:15 നടക്കുന്ന മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ പരാഗ്വേയാണ്. ബ്രസീലിന് ഇത് ഹോം മത്സരമാണ്. കാർലോ ആഞ്ചലോട്ടി 11 കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ 11 നിന്നും 3 മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് എസ്റ്റവായോ, വില്യൻ, റിച്ചാർലിസൺ, ഗേഴ്സൺ എന്നിവർ പുറത്തു പോവുകയാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലി, അതുപോലെ തന്നെ റഫീഞ്ഞ, കുഞ്ഞ എന്നിവർ സ്റ്റാർട്ടിംഗ് 11 എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗ്ലോബോ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് ബ്രസീലിൽ മുന്നോട്ട് പോകുന്നത്. ആഞ്ചലോട്ടി വളരെ വേഗത്തിൽ ബ്രസീലിയൻ സാഹചര്യങ്ങളുമായി അഡാപ്റ്റ് ആവുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ ഇറ്റാലിയൻ പരിശീലകന് എതിർപ്പുള്ളത്. അതായത് ജേർണലിസ്റ്റുകൾ അവർ ട്രെയിനിങ്ങിലേക്ക് വരുന്നു. ട്രെയിനിങ്ങിലേക്ക് വീക്ഷിക്കാനും അത് നിരീക്ഷിക്കാനുമുള്ള ആക്സസ് അവർക്കുണ്ട്. ഫോട്ടോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും പകർത്താനുള്ള ആക്സസ് അവർക്കുണ്ട്. കൂടാതെ മറ്റു പല അതിഥികളും ട്രെയിനിങ് സെന്ററിൽ എത്തുന്നു, ട്രെയിനിങ് നിരീക്ഷിക്കാൻ എത്തുന്നു. അതിനുള്ള അനുമതി CBF നൽകിയിട്ടുണ്ട്. അതാണ് ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ ഒരൽപ്പം എതിർപ്പുള്ളത്, വിയോജിപ്പുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ ഈ ഒരു ബ്രസീലിയൻ താരങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ CBFന്റെ സ്പോൺസർമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പലരും ട്രെയിനിങ്ങിലേക്ക് വന്നു പോകുന്നു. അതായത് ഗസ്റ്റുകൾ വരുന്നു, സ്പോൺസർമാർ വരുന്നു, ജേർണലിസ്റ്റുകൾ വരുന്നു. അങ്ങനെ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമായിക്കൊണ്ട് ഈ ഒരു ട്രെയിനിങ് സെന്റർ മാറുന്നതിൽ ആഞ്ചലോട്ടിക്ക് ഒരൽപ്പം എതിർപ്പുണ്ട് എന്നാണ് ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് യൂറോപ്പിൽ അങ്ങനെ പരിചിതമായ ഒരു സംഭവമല്ല. പക്ഷെ ബ്രസീലിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും ഒക്കെ ഇങ്ങനെയാണ്. ഇക്കാര്യത്തിൽ മാത്രമാണ് ആഞ്ചലോട്ടിക്ക് ഒരു വിയോജിപ്പുള്ളത് എന്നാണ് ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.